നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ മേയർ ആര്യ രാജേന്ദ്രൻ വീണ്ടും എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും കോഴിക്കോട്ടേക്ക് പറഞ്ഞുവിട്ട തിരുവനന്തപുരത്തെ രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിലേക്ക് സഖാക്കന്മാർ തീരുമാനിക്കുന്നു, ചിന്തിക്കുന്നു എന്നുള്ള ലെവലിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ. സ്ഥാനാർത്ഥി പട്ടികയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരില്ല എന്നുള്ളത് തുടങ്ങി ഇന്നിപ്പോൾ വീണ്ടും മേയർ തിരുവനന്തപുരം വിട്ട് കോഴിക്കോടേക്ക് പോകുന്നു എന്നുള്ള വിഷയമടക്കം വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മേയർ പോവുകയാണെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോകട്ടെ, എന്തായാലും പരാജയം കാണുമ്പോൾ കോഴിക്കോട് എത്തിയാൽ അത്രയും സമാധാനം, ഇനിയിപ്പോൾ അവിടെ സ്ഥിരതാമസമാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് സഖാക്കന്മാർ. മേയർ ഊട്ടിയെ തൊട്ടാൽ അവരെ വെറുതെ വിടില്ല എന്നുള്ള തരത്തിലാണ് ഈ സഖാക്കന്മാരുടെയൊക്കെ തിരിച്ചുള്ള മറുപടി എങ്കിൽ പോലും അവരുടെ പ്രവർത്തനങ്ങളിൽ അത്ര കണ്ട മേയർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിനെ പരിഹസിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ എന്ന രംഗത്തെത്തുന്നു. ആര്യ കോഴിക്കോടേക്ക് താമസം മാറുന്നത് നന്നായെന്നും അങ്ങനെയെങ്കിലും പാർട്ടിക്ക് 2 വോട്ട് അധികം കിട്ടട്ടെ എന്നും കരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനാണ് വിമർശനം ഉന്നയിക്കുന്നത്. ഇത് തീർത്തും അബദ്ധമായി ഒരു പരാമർശമാണ് എന്നാണ് MV ജയരാജന്റെ കുറ്റപ്പെടുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നും ഇവിടെ സ്ഥാനമൊഴിയുന്ന മേയർ ആര്യ രാജേന്ദ്രനെ കേന്ദ്രീകരിച്ചാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രചരണം എന്നുമാണ് പറയുന്നത്. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ഖ്യാതിയോടെ പദവിയിലെത്തിയ ആര്യ രാജേന്ദ്രന്റെ കാലത്ത് നഗരത്തിൽ ദുർഭരണം നടന്നു എന്നതാണ് വിമർശനം. ആര്യ രാജേന്ദ്രൻ കോഴിക്കോടേക്ക് താമസം മാറ്റുന്നുവെന്ന വാർത്ത കൂടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം കൂടി പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസത്തിൽ പ്രസംഗങ്ങൾ നടത്തി എന്നുള്ളതും പരിഹസിച്ചു. MV ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ ആര്യ രാജേന്ദ്രനെതിരായ പ്രസ്താവന തീർത്തും അബുക്കമായി പോയെന്നത് പറയാതെ വയ്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ. ആ ചരിത്രം ഇനി ആർക്കും തിരുത്താൻ കഴിയില്ല. മികച്ച മേയർക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നേടിയത് അവർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സഹോദരിയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയുന്നുവെങ്കിൽ പൊതുരംഗത്ത് കൂടുതൽ ശക്തമായി ഇടപെടണമെന്ന ഡയലോഗായിരുന്നു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ ഭയക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ മുഖമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പ്രതിഫലിച്ചത്. ബീഹാറിലും കോൺഗ്രസ് തകർന്നപ്പോൾ കോൺഗ്രസിന് 10 വോട്ട് കിട്ടാൻ AICC നേതൃത്വത്തിൽ നിന്നും ചിലർ മാറേണ്ടതുണ്ട് എന്ന സോഷ്യൽ മീഡിയ ചർച്ചയ്ക്കൊപ്പമാണോ ചെന്നിത്തല എന്നത് അറിയില്ല എന്നും അദ്ദേഹം കുറിച്ചു. ഈ ഘട്ടത്തിൽ ആര്യക്കെതിരെ അതേ ചർച്ച ചെന്നിത്തല ഉയർത്തിയത് നേരിട്ടല്ലാതെ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾക്കുള്ള മറുപടിയായിട്ടും കരുതേണ്ടി വരും. ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്ന് പ്രഖ്യാപിച്ച് വനിതകളെ ആകെ അവഹേളിച്ചത് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. വനിതകളുടെ വോട്ട് വേണ്ടെന്ന് പരസ്യമായി പറയാൻ കോൺഗ്രസിനെ ജനങ്ങൾ വെല്ലുവിളിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട്. കോവിഡ് ഘട്ടത്തിൽ കേരളത്തിലുള്ളവരുടെ ആകെ ജീവൻ രക്ഷിക്കാൻ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായി പ്രവർത്തിച്ച് ലോകം പ്രകീർത്തിച്ച മാതൃകാ പ്രവർത്തനം ഏറ്റെടുത്ത ശൈലജ ടീച്ചറെ ചില പദപ്രയോഗത്താൽ അവഹേളിക്കാൻ ശ്രമിച്ചത് വേറൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. LDFനെ പോലെ യുവജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യം നൽകുന്നതും ഇതിനോടൊപ്പം മികച്ച മാതൃക സൃഷ്ടിച്ച ആര്യ രാജേന്ദ്രനെ പോലെയുള്ളവർ നടത്തിയിട്ടുള്ള മാതൃകാ പ്രവർത്തനം നാട്ടി അംഗീകരിക്കുന്നതും യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയാൽ വർഷങ്ങളായി ചില മണ്ഡലങ്ങൾ കുത്തകയാക്കിയ കോൺഗ്രസ് നേതാക്കൾക്ക് ഭീഷണിയാകുമെന്ന ചിന്തയാണോ ഇത്തരം അപക്വ പ്രസ്താവനയ്ക്ക് പ്രേരിപ്പിച്ചത് എന്നത് വ്യക്തമാക്കേണ്ടത് രമേശ് ചെന്നിത്തലയാണ് എന്നും അദ്ദേഹം കുറിച്ചു. എന്തായാലും ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളുമായിട്ട് ആര്യ രാജേന്ദ്രന്റെ പേര് തന്നെയാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കളങ്ങളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അതേസമയം ആര്യയെ കോഴിക്കോട്ടേക്ക് ഓട്ടിച്ചത് പാർട്ടിക്കുള്ളിലെ ചില മുതിർന്ന സഖാക്കന്മാർ തന്നെ എന്നുള്ളൊരു സംസാരം പരക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിൽ വരുന്ന അടുത്തു നിൽക്കുന്ന ഒരാളാണ് ആര്യ രാജേന്ദ്രൻ. എങ്കിലും പിണറായിക്ക് പോലും പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരുടെ ആര്യയെ തഴയണമെന്നുള്ള തീരുമാനത്തെ എതിർത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പാർട്ടിയിൽ ആര്യയുടെ പേര് ഇല്ലാത്തതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് ആര്യയെ നിർത്തും എന്ന രീതിയിൽ ആര്യ അനുകൂല ഗ്രൂപ്പുകൾ ഇപ്പോൾ പറയുന്നുണ്ട്.
തിരുവനന്തപുരത്ത് നിന്നേ ആര്യ ഓടുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രസ്താവനയും ഒരർത്ഥമില്ലാതെ മാറുകയാണ്. തദ്ദേശം കഴിഞ്ഞ് നിയമസഭയിലും സീറ്റ് ഇല്ല ആര്യയ്ക്ക് എന്നുള്ളതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. അധികാരം തലക്കി പിടിച്ചപ്പോൾ അഹങ്കാരം പിടിച്ചുപോയ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി ഓർക്കുകയാണ് ജനങ്ങൾ. സ്ഥിരം വിവാദ നായക തന്നെയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രനെ പാർട്ടി വെട്ടിയൊതുക്കി കോഴിക്കോടിന് പാക്ക് ചെയ്തപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരാൾ നമ്മുടെ തലസ്ഥാനത്തുണ്ട്. ആര്യ കാരണം ജോലിയും ജീവിതവും പടുകുഴിയിലായ KSRTC ഡ്രൈവർ യദു. അവരുടെ കയ്യിലിരിപ്പിന് കിട്ടിയ പണിയാണ് ഇത് എന്ന് ഒരുപക്ഷെ യദു പറഞ്ഞു പോകും. ആര്യയുടെ തട്ടകം തിരുവനന്തപുരം ആണ് എന്നിരിക്കെ എന്തിനാണ് അവർ തിരുവനന്തപുരത്തുള്ള പ്രവർത്തനങ്ങൾ നിർത്തി കോഴിക്കോടേക്ക് പോകുന്നത് എന്നുള്ളതും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. CPM പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് എവിടെ നിർത്തിയാലും പുഷ്പം പോലെ ജയിക്കുന്ന ഒരാളാണ് ആര്യ. അങ്ങനെയാണെങ്കിൽ എന്തിനാ കോഴിക്കോട്ടേക്ക് ഇവരെ മാറ്റണം എന്നുള്ളതാണ്. ആര്യയെ നിർത്തിയാൽ ജയിക്കുമെങ്കിൽ തലസ്ഥാനത്ത് തന്നെ ആര്യയെ പിടിച്ചു നിർത്താൻ പാർട്ടി നിർബന്ധിതമാകും, അല്ലെങ്കിൽ പാർട്ടി അതിന് ശ്രമിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടിക്ക് പോലും അക്കാര്യത്തിൽ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം സജീവമായിരിക്കുന്നത്. ഇനി കോഴിക്കോടെത്തി അവിടുത്തെ പ്രവർത്തനം നടത്തി ജനകീയ വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിക്കണം, ജനകീയാണെന്ന് തെളിയിക്കേണ്ടുന്ന ഒരു കടമ്പയും ആര്യയ്ക്ക് മുന്നിലുണ്ട്. അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കേണ്ട സമയം അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ഇടതുപക്ഷം താഴേക്ക് വീഴും എന്നുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായിട്ടും അഭിപ്രായപ്പെടുന്നത്. തിരുവനന്തപുരം ഉള്ളം കയ്യിൽ വെച്ച് നടക്കുന്ന ഒരാളാണ് ആര്യ എന്ന് പറയുമ്പോൾ അവർക്ക് നിസാരമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണ് എന്നിരിക്കെ വിജയപ്രതീക്ഷകളൊക്കെയുള്ള ആ ഒരു സ്ഥലത്തെ ഉപേക്ഷിച്ച പാർട്ടി ആര്യയെ കോഴിക്കോടേക്ക് പറഞ്ഞുവിടുന്നു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധിയും സംശയം തന്നെ. എന്തായാലും തിരുവനന്തപുരത്തല്ല, ഇനി കോഴിക്കോട് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചന. മുതിർന്ന നേതാക്കളെയെല്ലാം വെറുപ്പിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടെയാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. പൊങ്കാലക്കള്ളി എന്ന് ഇരട്ടപ്പേര് വീണത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് മേയറോട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. നടുറോഡിൽ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരു ഗുണ്ടായിസം നടത്തി സാധാരണക്കാരന്റെ വഴി തടയുന്നു. മേയർ എന്ന ഹുങ്കും യദുവിന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഇല്ലാതായി. മേയറെയും ഭർത്താവിനെയും യദു പൊളിച്ചടുക്കിക്കൊണ്ട് പല രീതിയിൽ രംഗത്തെത്തിയത് അതുകൊണ്ട് മാത്രമാണ്. തനിക്ക് മുന്നിലുള്ള ജീവിതം ആകെ ഇല്ലാതാക്കിയ മേയറെ എതിർത്തു നിൽക്കാനുള്ള ഗഡ്സ് യദുവിനുണ്ടായിരുന്നു. കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനം നടത്തി കാര്യങ്ങളടക്കം ജനങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് മേയർ ആര്യ രാജേന്ദ്രനാണ് ഇവിടുത്തെ കേമി എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു കേമത്തരം പറയുന്നതിനിടയിൽ ആര്യയുടെ കീഴിൽ നടന്നിരിക്കുന്ന തീവെട്ടിക്കൊള്ളകളുടെ കണക്കുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ കാരണം കോർപ്പറേഷൻ തന്നെ കയ്യിൽ നിന്ന് പോകുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു പേടി തിരുവനന്തപുരത്തെ സഖാക്കന്മാർക്കും ഉണ്ട്. അത്രയ്ക്ക് കേമമായിരുന്നു ആര്യയുടെ ഭരണം. അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി ജനങ്ങളെ കൊണ്ട് പാർട്ടിയെ പച്ചത്തറി കേൾപ്പിച്ച ഒരു വ്യക്തിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. മുതിർന്ന നേതാക്കൾ ആര്യക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി യോഗങ്ങളിൽ വന്നത് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. യദു എന്നത് മാത്രമല്ല വിഷയം. ഈ അടുത്ത കാലത്ത് പോലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ തുറന്നടിച്ചുകൊണ്ട് പലരും രംഗത്തെത്തി. തിരുവനന്തപുരത്ത് ഈ അടുത്ത ഒരു ദിവസത്ത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ ഉദ്ഘാടനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു നീന്തൽക്കുളമാണ്. നീന്തൽക്കുളം നവീകരണം, നീന്തൽക്കുളം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മേയർ ആര്യ രാജേന്ദ്രൻ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പുല്ല് മൂടിക്കിടക്കുന്ന കുളം എന്ന് ഒരു തമാശയ്ക്ക് പോലും പറയാൻ പറ്റാത്ത ഒരു വയൽ മേഖലയായിരുന്നു. ആ ഒരു വയൽ മേഖലയാണ് കുളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. പക്ഷേ അവിടെ BJP-ക്കാരും നാട്ടുകാരും ചേർന്നുകൊണ്ട് ആര്യയെ എതിർത്തു. അവിടെ നിന്ന് ആര്യയെ ആട്ടി ഓടിക്കേണ്ടുന്ന സാഹചര്യം വന്നു. ഇല്ലാത്ത നീന്തൽക്കുളത്തിന്റെ പേരിൽ എന്ത് ഉദ്ഘാടനം എന്നുള്ളതായിരുന്നു അന്ന് ജനങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിന് പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രൻ അവിടെ അന്ന് ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുണ്ട്.
വലിയ രീതിയിലുള്ള ഈ പിൻവാതിൽ നിയമനങ്ങളടക്കം ഇവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ചില സമയങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ സമയത്ത് തന്നെ ഇങ്ങനെയൊരു തീരുമാനം കൂടെ എടുക്കുന്നത്. ഒരുപക്ഷെ ഇത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. മേയർ പറയുന്നത് പ്രകാരം തന്റെ കുഞ്ഞും താനും തിരുവനന്തപുരത്താണ്, ഭർത്താവ് കോഴിക്കോടാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോഴിക്കോടേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നു എന്നുള്ളത് മേയർ പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് എടുക്കേണ്ടുന്ന ഒരു തീരുമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതേ സാഹചര്യം തന്നെയായിരുന്നു ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. അത് കറക്റ്റ് തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ആ ഒരു സാഹചര്യം പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം വിടാൻ തീരുമാനിച്ചതെങ്കിൽ അത് തീർച്ചയായിട്ടും പരാജയപ്പെടുമെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ന് ജനങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ CPM-കാരോട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് കൃത്യമായിട്ടുള്ള ഭാഷയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വികസനം കൊണ്ടുവന്ന ആളാണ് മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് അവകാശപ്പെട്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ആ മേയർ ആര്യ രാജേന്ദ്രന് എന്തിനാണ് ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം നൽകാതെ നിർത്തുന്നത് എന്നുള്ളത് അവരിലുള്ള വിശ്വാസം പോയത് കൊണ്ടല്ലേ എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് MV ഗോവിന്ദൻ മറുപടി നൽകിയിരിക്കുന്നത് ഓൾറെഡി മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് വീണ്ടും അതേ പദവി അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഒരു പദവി കൊടുക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ്. അതായത് മേയർ ആര്യ രാജേന്ദ്രന് മുന്നോട്ട് വലിയ പദവികൾ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവസരം നൽകാത്തത് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു സഖാക്കന്മാർ. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇനിയും അനുഭവിക്കാൻ ഒരുപാടുണ്ട് എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ.